നമ്മളെപ്പോഴും കേൾക്കാറുള്ളൂ നിരീശ്വരവാദികൾ. ആരാണ് നിരീശ്വരവാദികൾ? ഈശ്വരനില്ല എന്നും ഇതൊക്കെ എന്തോ സിദ്ധാന്തം വഴി ഉണ്ടായതാണെന്നും ഏതോ ബിഗ് ബാങ് തിയറി വഴി ഉണ്ടായതാണെന്നും ഒക്കെ വിശ്വസിക്കുന്ന ഒരു കൂട്ടം ആൾക്കാരാണ് നിരീശ്വരവാദികൾ. ഈശ്വരനെക്കുറിച്ച് അവർക്കൊരു ഇതില്ല, ഇതിനൊരു സൃഷ്ടാവില്ല, ഇതെങ്ങനെയൊക്കെയോ ഉണ്ടായതാണ്. ഞാൻ അവരോടൊരു ചോദ്യം ചോദിക്കുകയാണ്. നിങ്ങൾ അവസാനം ഒരു ആൻസറിലെത്തും, അത് എവിടെ എത്തും എന്ന് നമുക്ക് ചിന്തിച്ചാൽ മതി. ഉദാഹരണം പറഞ്ഞാൽ, കടലിൽ വെള്ളമുണ്ട്, വെള്ളം ആര് കൊണ്ടുവന്നു? കടലിൽ മീനുണ്ട്, മീൻ ആര് കൊണ്ടുവന്നു? ഈ വെള്ളം എവിടോട്ട് ഒഴുകി പോകുന്നു? ഈ ഭൂമി എവിടെ നിന്ന് വന്നതാണ്? ഭൂമിക്ക് ചുറ്റും ഗ്രഹങ്ങൾ എന്തിനാണ് കറങ്ങുന്നത്? ഇതുപോലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ചോദിച്ചു കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നിരീശ്വരവാദികൾക്ക് അപ്പുറം എന്തോ ഒരു ശക്തി ലോകത്തെ നിയന്ത്രിക്കുന്നുണ്ടെന്ന്. നിരീശ്വരവാദികൾ വെറും യുക്തിവാദങ്ങൾക്ക് വേണ്ടി അവർ ചെറിയ ചെറിയ മുടന്തൻ ന്യായങ്ങൾ പറഞ്ഞ് ദൈവമില്ല, അല്ലെങ്കിൽ പ്രപഞ്ചത്തിലൊരു ശക്തിയില്ല എന്നൊക്കെ പറഞ്ഞ് മനുഷ്യനെ തെറ്റിദ്ധരിപ്പിച്ച് ഒരു കൂട്ടം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ് നിരീശ്വരവാദികൾ. കാരണം ഒരു കൂട്ടമാണ്. കാരണം നിരീശ്വരവാദികൾ എന്ന് പറയുന്ന ഒരു മതം അല്ലെങ്കിൽ ഒരു കൂട്ടം ആയി കഴിഞ്ഞു. അവർക്ക് സംഘടനകളായി, അവർ ലോകത്തിൻ്റെ ഒരു പാർട്ടായി കഴിഞ്ഞു. അവരങ്ങോട്ടും ഇങ്ങോട്ടും സഹകരിച്ചും അവരുടെ ലേഖനങ്ങൾ കൈമാറിയും അവർ സയൻസിൽ വിശ്വസിച്ചും ഒക്കെ മുന്നോട്ട് പോകുന്നു. ഞാനൊരു കാര്യം കൂടി ചോദിക്കുന്നത്, അവർ ഏറ്റവും കൂടുതൽ വിശ്വസിക്കുന്ന ഒരു കാര്യമാണ് സയൻസ്. ഈ സയൻസ് എന്ന് പറഞ്ഞതിന് നമ്മൾക്ക് കണ്ടെത്തേണ്ട ഏറ്റവും വലിയ മാർഗം, സയൻസ് എന്ന് പറഞ്ഞാൽ ലോകത്തിൽ സയൻസ് കണ്ടുപിടിച്ചു എന്ന് പറയുന്നു. എന്താണ് കണ്ടുപിടിച്ചത്? ലോകത്തിലുള്ളൊരു സംഗതിയെ മനുഷ്യൻ കണ്ടുപിടിക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ സയൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അല്ലാതെ ഒരു കാരണവശാലും സയൻസ് എന്ന വിഷയം പുതിയൊരു ഐറ്റത്തെ കണ്ടുപിടിക്കുന്നില്ല. ഉദാഹരണം പറഞ്ഞാൽ, ഭൂമിയിൽ മനുഷ്യൻ റിസർച്ച് ചെയ്ത് മെർക്കുറി കണ്ടെത്തുന്നു എന്നിരിക്കട്ടെ. ആ മെർക്കുറി എന്ന് പറയുന്ന ഐറ്റം സയൻസിലെ ആരും ഗവേഷണം ചെയ്ത് ഉണ്ടാക്കിയതല്ല, ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയതല്ല മെർക്കുറി. അത് പ്രകൃതിയിലെ ഈ ഭൂമിയിൽ ഉള്ള ഒരു ഐറ്റമാണ് മെർക്കുറി. അപ്പം ആ മെർക്കുറി ആരുണ്ടാക്കി എന്നുള്ള ചോദ്യത്തിന് ഈ നിരീശ്വരവാദികൾക്കൊരു ഉത്തരവുമില്ല. ദൈവത്തെ നമ്മൾ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കണ്ടിട്ടില്ല, ദൈവത്തെ കേട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കേട്ടിട്ടില്ല എന്ന് നമ്മളോട് ചോദ്യം ചോദിച്ച് നമ്മുടെ വായടപ്പിക്കുന്ന ഒരു നിരീശ്വരവാദികൾ. ദൈവം ഉണ്ടോ ഇല്ലയോ എന്ന ചോദ്യത്തിന് ഒരു പ്രസക്തിയുമില്ലാത്ത ഇവരുടെ വർത്തമാനങ്ങളിൽ നിന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷേ നമ്മൾ ഏറ്റവും കൂടുതൽ മനസ്സിലാക്കേണ്ടത്, മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് അപ്പുറം ഏതോ ഒരു ശക്തി ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്നു. ലോകത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ നമുക്ക് തോന്നിപ്പോകുന്ന ഒരുപാട് ചിന്താഗതികൾ ഇതിനുള്ളിലുണ്ട്. അപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയ കാര്യം, നിരീശ്വരവാദികളെക്കാൾ, ഇനി ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരേക്കാൾ ഏറ്റവും കൂടുതൽ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, ഈ ലോകത്തിൽ ഏതോ ഒരു ശക്തി ഈ ലോകത്തെയും മനുഷ്യനെയും ഈ സർവ്വചരാചരങ്ങളെയും നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്നു. അതൊരു പക്ഷേ ദൈവമാകാം, അതൊരു പക്ഷേ ഏതെങ്കിലും ഒരു ശക്തിയാകാം, പലതുമാകാം. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു അത് നിങ്ങൾക്ക് വിളിക്കാം. പക്ഷേ ദൈവം എന്ന് പറയുന്ന വലിയൊരു ശക്തി ഉണ്ടെന്ന് തന്നെയാണ് ഒട്ടുമിക്ക ആൾക്കാരും വിചാരിക്കുന്നത്. പക്ഷേങ്കിൽ നിരീശ്വരവാദികളെ സംബന്ധിച്ച് അവർക്ക് ദൈവമേ ഇല്ല. യുക്തികളാണ് അവരുടെ വാദങ്ങൾ. പക്ഷേ അതൊരിക്കലും തെറ്റ്. അവർ പോലും മനസ്സിലാക്കണം, അവർ പോലും മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവമേ അല്ലെ വിളിക്കുന്ന ഒരു രീതി